ബിഗ് ബോസ് സീസൺ 7 ഫാമിലി റൗണ്ട് ഇന്നത്തോടുകൂടി അവസാനിച്ചു. ഇന്നലെ ജിസൈലിൻ്റെ അമ്മ, ആര്യൻ്റെ അമ്മയും ആര്യൻ്റെ സഹോദരനും, അനിമോള അമ്മയും അനിമോള ഒരു ഫ്രണ്ടും കൂടിയാണ് വന്ന അടുത്ത ഒരു ഫ്രണ്ട്. അപ്പോൾ ജിസൈലിൻ്റെ അമ്മ വന്നിട്ട് ജിസൈലിന് ഒത്തിരി ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഡ്രസ്സൊക്കെ വാരി വലിച്ച് എറിയണതിനെ പറ്റിയും ബ്രഷ് എടുത്തുകൊണ്ട് ആൺപിള്ളേരെടുത്തുകൊണ്ട് പോകണമെന്നും ഇതൊക്കെ നിനക്ക് ശ്രദ്ധിച്ചൂടെ, ഈ തുണിയൊക്കെ അടുക്കിയിട്ടൂടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആര്യൻ്റെ കാര്യവും പറഞ്ഞായിരുന്നു. അമ്മ 24 മണിക്കൂറും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അവർക്കെല്ലാം അറിയാം. ആര്യനുമായിട്ടുള്ള ഒരിത് ആര്യൻ്റെ അടുത്തുനിന്ന് മാറി കിടക്കണതായിട്ടും ഇന്നലെ അങ്ങനെ ആര്യൻ രണ്ടുപേരും 2 ബെഡിലാണ് കിടന്നത്. മറ്റത് ഒരു പുതപ്പിനകത്തൊക്കെ അല്ലേ കിടന്നത്. അത് അനിമോള് കണ്ടത് കൊണ്ടാണല്ലോ, അനിമോളുള്ള സത്യം കണ്ടത് ഉള്ളത് തന്നെയാണ്. അഭിലാഷും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതിൽ അഭിലാഷ് പറഞ്ഞായിരുന്നു. കറക്റ്റ് കാര്യമാണ്, അവർക്ക് അവിടെ വെച്ചൊന്നും പറയാൻ പറ്റൂല. എന്നിട്ട് അതിൽ ഇൻ്റർവ്യൂ നടത്തുന്നവർ ഓരോ കാര്യങ്ങളും ഇതിനെപ്പറ്റി ചോദിച്ചു. അപ്പോൾ അവർക്ക് തന്നെ ചിരി വരണം. ഇനി എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിന് ജിസൈലിൻ്റെ ആര്യൻ്റെയും കാര്യം വെളിയിലിടും എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ലാലേട്ടൻ വന്ന എപ്പിസോഡിലായിരുന്നാലും ജിസൈലിൻ്റെ ആര്യൻ്റെയും കാര്യം ചോദിക്കുന്നുണ്ട്. ഇപ്പം അത്ര ഇതല്ല, ലാലേട്ടന് ദേഷ്യം പോലെയൊക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നണതല്ല, ഇത് കറക്റ്റ് ആയിരിക്കാനാണ് സാധ്യത. അവർക്ക് ഇനിയിപ്പോൾ എപ്പിസോഡ് തീരാറായല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഏഷ്യാനെറ്റ് കൂടുതൽ ഇവരെ വെളുപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഇനി അവർക്ക് വേണമെങ്കിൽ നെഗറ്റീവ് കൊടുക്കാം. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ നിർത്തിയതിന് ശേഷം ഇറക്കി അങ്ങ് വിടാനുള്ള പ്ലാനാണ്. ഇനി അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ രണ്ടുപേരും 2 ബെഡിലായി. ജിസൈലിൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞ ആര്യനുമായിട്ടുള്ള ഇത്, അതുപോലെ ആര്യൻ്റെ അമ്മയും എന്തൊക്കെയോ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. പറഞ്ഞതായിട്ട് അതിനകത്ത് പറയുന്ന കേട്ടു, മാറി കിടക്കണ കാര്യം. ഇപ്പം അത്ര ഇതല്ല. ജിസൈൽ ആര്യ ഇപ്പം എല്ലാവരുടെ അടുത്തും പോയി മിണ്ടുന്നുണ്ട്. അപ്പോൾ അനിമോള അമ്മ വന്ന ഒരു പാവ അമ്മ. പിന്നെ അനിമോൾക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. കരയില് മോളെ എന്നൊക്കെ പറഞ്ഞ് അത്രയും ഇതൊക്കെ സഹിച്ച് അവിടെ അതിനകത്ത് നിന്നല്ലേ, ഒരുപാട് പേരിട്ട് ആക്രമിച്ചതല്ലേ. അപ്പം അതിൻ്റേതായ വിഷമങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പിന്നെ അങ്ങനെയല്ലേ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. പോട്ട് സാരമില്ല, ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് എന്നൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ. വീട്ടിലുള്ളൊരമ്മ പക്ഷെ ഇങ്ങനെ അല്ല അമ്മ ഇരുന്ന് നമ്മൾ കുറച്ചുകൂടെ നന്നായിരുന്നതാണ്. എനിക്ക് തോന്നണം അനിമോള് ബിഗ് ബോസിലോട്ട് പോയതിന് ശേഷം അതിനകത്ത് അനിമോളെ ഇട്ട് ഇത്രയ്ക്കും ക്രൂരമായിട്ടിട്ട് അതിനകത്തിട്ട് ശിക്ഷിക്കണ കണ്ടപ്പോഴായിരിക്കാം ഈ അമ്മയുടെ മനസ്സുരുവിയതായിരിക്കാം. അവർ ഒത്തിരി അങ്ങ് മോശപ്പെട്ടു. ഇന്ന് 3 ഫാമിലി കയറി. ഒണീലിൻ്റെ അമ്മ, ഒണീലിൻ്റെ സഹോദരൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയുടെ അമ്മ ഉണ്ടായിരുന്നു, പിന്നെ നെവിൻ്റെ അമ്മയും നെവിൻ്റെ സഹോദരി. എല്ലാവരും നല്ല കാര്യം, എല്ലാവരും അതിനകത്തുള്ള ഒരു പരസ്പരം മിണ്ടുകയും പറയുകയും ചെയ്യുന്നു. പക്ഷേ ലക്ഷ്മിയുടെ അമ്മ മാത്രം അത്ര ഒരു ഇത് പോരാ. ഇന്നലെ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ജിസൈലിൻ്റെ അടുത്ത് ആര്യൻ്റെ അമ്മ അങ്ങനെ മിണ്ടണമൊന്നും ഇല്ലായിരുന്നു. ആര്യൻ്റെ അമ്മ ജിസൈലിൻ്റെ അടുത്ത് ലാസ്റ്റൊക്കെയാണ് മിണ്ടിയത്. ആര്യൻ പോയി പറഞ്ഞ് അതിനൊക്കെ ശേഷമാണ് ആര്യൻ്റെ ബ്രദറൊക്കെ വന്ന് മിണ്ടിയത്, ജിസൈലിൻ്റെ അടുത്ത് ഇത്തിരിയെങ്കിലും മിണ്ടിയത്. അതുപോലെ ജിസൈലിൻ്റെ അമ്മ തിരിച്ചും അങ്ങനെയായിരുന്നു, ആര്യൻ്റെ അടുത്ത് മിണ്ടിയെന്നും ഇല്ലായിരുന്നു. കാലിൽ ചെന്ന് തൊട്ട് തൊഴുവാൻ പോയപ്പം അവർ മാറിക്കളഞ്ഞ്. അവരിത് കണ്ടുകൊണ്ടിരിക്കുന്ന രംഗങ്ങളല്ലേ. അതുപോലെ തന്നെയാണ് ഇന്ന് ലക്ഷ്മിയുടെ അമ്മ വന്നിട്ടും. ലക്ഷ്മിയുടെ അമ്മ അങ്ങനെ ആരടുത്തുമില്ല. അവർ വന്നപ്പോഴേ ഭയങ്കര ഒരു പൊങ്ങച്ചം പോലെ പറച്ചിൽ. ലക്ഷ്മി അവിടെയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. മറ്റൊരു ഭയങ്കര കാര്യം കേട്ടോ, എല്ലാവരുടെ മറ്റ് അവർ 2 ഫാമിലികളായിരുന്നാലും നെവിൻ്റെ അമ്മയായിരുന്നാലും അനിയത്തി ആയിരുന്നാലും എല്ലാവരുടെ അടുത്തും ഭയങ്കര കാര്യം മിണ്ടയും പറയുകയൊക്കെ ചെയ്യുന്നു. എന്തോ ഒരു വേറ്റ് കൃത്യം പോലെയാണ് അവർ കാണിക്കുന്നത്. ആ മോള് കാണിക്കണ അതേ സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയത്. നൂറേരടുത്തും ആദിലേരടുത്തും അവർ വന്നപ്പോഴേ ഒരുമാതിരിയുള്ളവർ ഒരു സംസാരമായിരുന്നു. എൻ്റെ മോൾ അങ്ങനെ പറഞ്ഞ്, അന്ന് അങ്ങനെ പറഞ്ഞ്, നിങ്ങൾ 2 പേരും വീട്ടിൽ വരണം, വന്നിട്ട് അകത്തോട്ട് കയറിയില്ലെങ്കിൽ സിറ്റ് ഔട്ടില്ലെങ്കിൽ ഇരിക്കണം എന്നൊക്കെ ഇവരിരുന്നുകൊണ്ട് പറയുന്നുണ്ട്. നൂറേരടുത്തും ആദിലേരടുത്ത് എല്ലാവരും വരണം, പ്രത്യേകിച്ച് ഇവരെയും വിളിക്കുന്നുണ്ട്. അപ്പം ഈ ഒണീലിൻ്റെ വിഷയം ഉണ്ടായത് മസ്താനിയായിട്ടുള്ള വിഷയം. മസ്താനി ഇപ്പം ഔട്ടായി പോയി. അത് ലക്ഷ്മിയാണല്ലോ അതിൽ ഏറ്റുമുട്ടിയത്. ലക്ഷ്മിയുടെ അടുത്തെന്ന് പറഞ്ഞ് അങ്ങനെ വിഷയമായി. ഒണിയിൽ ചെന്നിരുന്ന് കൺഫെഷൻ റൂമിലിരുന്ന് കരയുന്നുണ്ട്. എന്നിട്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ലക്ഷ്മിയുടെ അമ്മ ഇന്ന് ഒണിയിലിൻ്റെ അമ്മയുടെ അടുത്ത് അതും പറയുന്നുണ്ട്, എൻ്റെ മോൾ അങ്ങനെ പറഞ്ഞു പോയി, മോൾക്ക് എന്തേലും പറ്റിയ എന്തോ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉള്ളത് കൊണ്ടറിയാം. അത് മോളെന്ത് കാര്യം, മോൾ
മോളെ എല്ലാവരുടെ ആദിലേരടുത്തും നൂറേരടുത്തും പറഞ്ഞിട്ടില്ല നിന്നെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്ന്. മസ്താനിയുടെ വിഷയത്തിൽ എവളാണത് ഏറ്റുമുട്ടി, അവളത് എന്തൊക്കെയോ വളച്ചൊടിച്ച് പറഞ്ഞ് അത് ലാലേട്ടൻ ചോദിച്ചായിരുന്നു അങ്ങനെ പറയാൻ കൊള്ളാമോ, അതിന് പകരമാണ് നൂറെ ആദിലേക്ക് ലാലേട്ടൻ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞ അന്നത്തെ ആ എപ്പിസോഡിൽ തന്നെ. പിന്നെന്തോ വന്നിട്ട് കുറേയൊക്കെ ഇരുന്ന് അങ്ങ് തള്ളണായിട്ട് ലാലേട്ടൻ്റെ സിനിമ കാണുമെന്നും ഭയങ്കര ഇഷ്ടമാണെന്നും ലക്ഷ്മിയുടെ അച്ഛനെ അമ്മൂമ്മ ആരൊക്കെ കാണുമെന്നും വന്ന ഉടനെ ലാലേട്ടനെ അങ്ങ് പൊക്കി പറയണ കാര്യം ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തുന്നതാണെന്ന് മനസ്സിലായി. ലാലേട്ടൻ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ മോക്ക് അതൊരു ക്ഷീണമായി. നൂറേരെയൊക്കെ കാര്യമായിരുന്നാലും മറ്റേ വിഷോണിയിലിൻ്റെ വിഷയം. അപ്പം ഒരു ക്ഷീണമായതിൻ്റെ പേരിൽ അവരതിനെ വളച്ചൊടിച്ച് അതങ്ങനെയല്ല, ലാലേട്ടനെ ഭയങ്കര സ്നേഹമാണ്. അപ്പം ലാലേട്ടനിൽ നിന്നും നല്ല ഒരിത് കിട്ടാൻ വേണ്ടിയും ലാലേട്ടനെ സ്നേഹിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുമാണ് ഇവർ ഈ ലക്ഷ്മിയുടെ അമ്മ ഇത്രയും വളച്ചൊടിക്കണത്. ഇന്ന് ഫുള്ള് വളച്ചൊടിപ്പായിരുന്നു, ലാലേട്ടൻ്റെ കാര്യങ്ങളായിരുന്നു അവിടെ പറഞ്ഞത്. ഇന്ന് ലക്ഷ്മിയുടെ അമ്മയെ അവരൊക്കെ ഫാമിലി വരണം എന്നറിഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ കൺഫെഷൻ റൂമിൽ വിളിച്ചു. പിന്നെ അതിന് ശേഷം ഒന്നും കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നണത് ലക്ഷ്മിയുടെ മകൻ എന്തായാലും അവിടെ വന്ന് ലക്ഷ്മിയുടെ മകനെ കാണിച്ച് കാണും. പക്ഷേ ഇഞ്ഞ് അകത്ത് ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കാണിച്ചില്ല. ഓരോരുത്തരും പറയുന്നുണ്ടായിരുന്നു അത് ഭർത്താവിന് വീഡിയോ ചെയ്തത് ഞാൻ കണ്ടായിരുന്നു, ഭർത്താവിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്, അവരെ സമ്മതമില്ലാത്തത് കൊണ്ടാണെന്നും ഡിവോഴ്സ് കേസ് നടക്കുന്നുണ്ട് എന്തൊക്കെയോ കുറച്ച് ആരൊക്കെയോ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പം ലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്ന കാര്യം ഒന്ന് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് അനന്ത പത്മനാഭൻ. ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റൻ്റായ ലക്ഷ്മി ഹരികൃഷ്ണൻ വേദ് ലക്ഷ്മിയുടെ ഹസ്ബൻഡാണ് ഞാൻ. ഇപ്പോൾ അവിടെ ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിൽ പങ്കെടുക്കാനായിട്ട് എൻ്റെ ഫാമിലി, അതായത് എൻ്റെ കുട്ടിയും എൻ്റെ മദർ ഇൻ ലോയും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ റൈസായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകാൻ കൂടിയാണ് ഈ വീഡിയോ. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിവോഴ്സ് പെറ്റീഷനും ഒന്നും ഫയൽ ചെയ്യപ്പെട്ടിട്ടുമില്ല. എൻ്റെ കുട്ടി അവിടെ എത്തിയത് എൻ്റെ പൂർണ്ണമായ ബോധ്യത്തോടെയും എൻ്റെ അറിവോടെയും കൂടി തന്നെയാണ്. അതുകൊണ്ട് എനിക്കതിനകത്ത് യാതൊരു എതിർപ്പും ഉള്ളതല്ല. വളരെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസും റൂമേഴ്സുമാണ് അവിടെ വന്നിട്ടുള്ളത്. അതൊരിക്കലും കണക്കിലെടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലക്ഷ്മിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവട്ടെ. അവിടെ ലക്ഷ്മിക്ക് കിട്ടേണ്ട സപ്പോർട്ടുകളും സൗകര്യങ്ങളും കിട്ടട്ടെ. കുട്ടീനെ കാണാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് അവിടെ കുട്ടീനെ പെർമിറ്റ് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു തരത്തിലുമുള്ള എതിർപ്പുകളോ ഒന്നുമില്ല. എല്ലാം എൻ്റെ അറിവോടുകൂടി തന്നെയാണ്. ഞാനിപ്പോൾ UK-ലായതുകൊണ്ടാണ് എനിക്ക് അവിടെ എത്താൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് മദർ ഇൻ ലോയും കുട്ടിയും മാത്രമായി അവിടെ എത്തിയിട്ടുള്ളത്. സോ ഹോപ്പ്ഫുള്ളി അത് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു ക്ലാരിഫിക്കേഷൻ ആണെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എത്തുന്നു. താങ്ക് യു. ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു, ഡിവോഴ്സ് നടക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് വന്നത്. പിന്നെ അറിയാൻ കഴിഞ്ഞത് ഇയാൾക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ബിഗ് ബോസ് കാണിക്കാത്തത്. അങ്ങ് വരെ എത്തി, എന്താ ബിഗ് ബോസിൽ വരെ എത്തി, ഹൗസിനകത്ത് കയറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ. ലക്ഷ്മിയുടെ കാര്യം ശരിക്കും അറിയാൻ വയ്യ ഇതെന്താണെന്ന്. ഹസ്ബൻഡുമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, എന്തോ വിഷയമുണ്ട്, കുട്ടിയെ ലക്ഷ്മിയാണ് അന്നേ വളർത്തണതെന്നും ഇങ്ങനെയൊക്കെയാണ് അത് വെളിയിൽ വന്നത്. ഇനി ചിലപ്പോൾ അറിയാൻ കഴിയുമായിരിക്കും. എന്തായാലും ലക്ഷ്മിയുടെ ഭർത്താവാണ് ഇപ്പം സംസാരിച്ചത്. കുട്ടിയെ എന്തായാലും ലക്ഷ്മിയെ കാണിച്ചിട്ടുണ്ട്. അതിനാണ് കൺഫെഷൻ റൂമിലോട്ട് ബിഗ് ബോസ് വിളിച്ചത്. കുറച്ച് നേരം, കുറേ അരമണിക്കൂറിൽ കൂടുതൽ കഴിഞ്ഞിട്ടാണ് ലക്ഷ്മി വെളിയിലോട്ട് വന്നത്. അങ്ങനെ ഫാമിലി റൗണ്ട് എല്ലാം കഴിഞ്ഞ് ഇന്നത്തോടുകൂടി ലാസ്റ്റ് 3 പേരുണ്ടായിരുന്നു. ഫാമിലി റൗണ്ട് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ വെച്ച് വേറെ എന്തോ ഒരു വിഷയവും കൂടെ നടന്നിരിക്കുകയാണ്. അനുമോള് എന്തോന്ന് അലുവ എടുത്തുകൊണ്ട് പോയി ഒളിച്ചു വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വിഷയമാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആരാണ് ഷാനവാസ് ഒരുങ്ങിയിരിക്കുകയാണ്. ഷാനവാസ് അനുമോളിൽ നിന്നും കണ്ടന്റ് എടുക്കാനാണ് ഷാനവാസിൻ്റെ ശ്രമം. അനുമോൾക്ക് നെഗറ്റീവ് എങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് ഷാനവാസ് ചെതഞ്ഞ് നടക്കുകയാണ്. ഇന്ന് രാവിലെ ലൈവിൽ ആദിലെ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആദിലേരടുത്ത് വേറെ അക്ബറിൻ്റെ കാര്യവും കണ്ടൊക്കെ ചോദിച്ചു വന്നിട്ട് അനുമോളെ കാര്യം എന്തോ പറഞ്ഞിട്ട് പറഞ്ഞാൽ അവൾ കള്ളിയാണെന്ന് ആദിലേരടുത്ത്. അപ്പോൾ ആദില ഒന്നും മിണ്ടുന്നില്ല. ആദില മിണ്ടാതെ ഇരുന്ന് ആദില
ചിരിച്ച് ഷാനവാസ് അനുമോൾക്ക് നെഗറ്റീവ് വാങ്ങിച്ച് എങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് ഷാനവാസ് ചെതഞ്ഞ് നടക്കുകയാണ്. ഷാനവാസിന് മനസ്സിലായി അനുമോൾക്ക് നല്ല സപ്പോർട്ടുണ്ടെന്നും ആ സപ്പോർട്ട് തകർക്കണമെന്നും ഇതൊക്കെയാണ് ഷാനവാസിൻ്റെ വിചാരം. അതിനകത്തുള്ളവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. ആദ്യം മുതലേ അനുമോളായിട്ട് ശിക്ഷിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതിൽ ഷാനവാസും അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഷാനവാസ് എന്തോ അനുമോളോട് ഒത്തിരി ഒരിത് തോന്നിയത്, അനുമോളോട് ഒട്ടി നിൽക്കുമ്പോഴത്തേക്ക് ഷാനവാസിന് കുറച്ചുകൂടെ മുകളിലോട്ട് കയറാൻ പറ്റും എന്നുള്ള രീതിക്ക് നിന്നു. ഇപ്പം അനുമോൾ ഇടയ്ക്ക് വെച്ച് അനുമോൾ ഒന്നിനും മൈൻഡ് ചെയ്യാൻ പോവാത്തത് കൊണ്ട് അനുമോൾ അഴുക്കയായി. ഇതാണ് കാര്യം. പിന്നെ ഇറച്ചി മട്ടൻ കൈയിട്ട് വാരിക്കൊണ്ട് ഓടുന്നു, വിളമ്പുന്ന സമയത്ത് കറിയിന്ന് കൈയിട്ട് അളിച്ചെടുത്ത് ഷാനവാസ് വെക്കുന്നു. അങ്ങനെ കൈയിട്ടെടുക്കല്ലേ എന്നൊക്കെ ഷാനവാസിക്ക കൈയിട്ടെടുക്കല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കേൾക്കാതെ വീണ്ടും പീസ് എടുക്കുന്നുണ്ട്. എല്ലാണ്ണും കൂടെ തലയ്ക്കും മീതെ പാത്രവും കൊണ്ട് കിടന്ന് നിൽക്കുന്നു. അങ്ങനെ അതിനെ ചൊല്ലി വഴക്കായി അനുമോൾ പോയായിരുന്നു. എനിക്കിനി വിളമ്പാൻ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് പോയിരുന്നു. അനുമോൾ കരയുന്ന എല്ലാം കൂടി ഇങ്ങനെ തലയ്ക്ക് മീതെ ഇട്ട് ഇത്രത്തോളം വിശപ്പിന് കൊടുത്തിട്ടും ഒരെണ്ണത്തിനും വയറ് വീക്കാത്ത രംഗത്തിന് കൈയിട്ട് കിടന്ന് അളിച്ചപ്പോഴാണ് അത് ആ വാക്ക് പറഞ്ഞ് അവൾ അഴിച്ചങ്ങ് പോയത്. അതിനുശേഷം ഇപ്പം ഇതാ ഫാമിലി വന്നത് കൊണ്ടായിരിക്കും അതിൽ നിന്ന് അങ്ങനെ അലുവ എടുത്തുകൊണ്ട് പോയി. അനുമോൾ അലുവ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവിടെ എല്ലാവരും എടുത്തുകൊണ്ട് വന്ന് ബിന്നിയുടെ ഹസ്ബൻഡ് നിന്നപ്പോൾ തന്നെ ഒളിച്ചൊളിച്ച് കൊണ്ട് ഓടണുണ്ട്. ബിന്നി എടുത്ത് ചെടിച്ചട്ടിയിലും അവിടെ എവിടെയും കൊണ്ട് വയ്ക്കുന്നുണ്ട്. നെവിൻ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട്. അച്ചാർ എടുത്ത് ഒളിച്ച് വയ്ക്കുന്നുണ്ട്. എന്തെല്ലാം ബേക്കറികൾ എടുത്തുകൊണ്ട് വയ്ക്കുന്നു. പിന്നെ നൂറെ ആതിരെ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട്. അതൊന്നും ഷാനവാസിന് ചോദിക്കായില്ലേ? ഇവളിത്തിരി പോലും അനുമോളിത്തിരി അലുവ എടുത്തുകൊണ്ട് വന്ന് പോയെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ കിടന്ന് വിഷയാക്കണത്. എന്തിനാണ് ഇവൻ മനഃപൂർവ്വം അനുമോളെ പിറക്കെ നടന്നാലേ അവന് കണ്ടൻ്റ് ഉള്ളൂ. ഷാനവാസിന് കണ്ടൻ്റ് അനുമോളാണ്. ഇതാണ് അവിടുത്തെ സത്യം. അല്ലെങ്കിൽ അലുവ കറിയിൽ നിന്ന് അളിച്ചെടുത്തോണ്ട് പോകും കണക്കല്ലല്ലോ അലുവ പീസ് കണക്കിന് എടുത്തോണ്ട് പോകണം. ഓരോരുത്തരും അതിൽ തന്നെ ആരൊക്കെയോ വീഡിയോ ചെയ്തതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് കൊള്ളാം, ഷാനവാസ് മട്ടൻ എടുത്തപ്പോഴാണ് കുഴപ്പം, അനുമോള് ഇത് അലുവ എടുത്തോണ്ട് ഓടിയേ. ഷാനവാസ് മട്ടൻ കൈയിട്ട് അളിച്ച് വാരിയാണ് എടുത്തോണ്ട് ഓടി. അതുപോലെ അല്ലല്ലോ. എത്രയോ പേര് ഒളിച്ച് കൊണ്ടുവച്ച് കഴിക്കുന്നുണ്ട്, എടുത്തോണ്ട് പോകുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ.